ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടം കാണിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോയില് ഇപ്പം ഇതാ നമ്മുടെ വീട്ടിലെ മുൻവശം. നമുക്ക് തുളസിത്തറയുണ്ട്. അതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മന്ദാരത്തിന്റെ ഒരു ചെടിയുണ്ട്. അതിലിപ്പോഴാട്ടോ പൂവിടാൻ തുടങ്ങിയത്. നിറയെ പൂക്കളുണ്ട്, അതുപോലെ തന്നെ മുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അടുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു മണാണ്. പിന്നെ അതിന്റെ അടുത്ത് തന്നെയായിട്ട് നമ്മള് ഒരു ബഡ് പ്ലാവ് നട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചക്ക ഉണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ചില്ല. അതിന്റെ തൊട്ടിപ്പറേ നമ്മുടെ കുക്കുംബർ നട്ടിട്ടുണ്ട്. വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. വലയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്ത്, പക്ഷെ അത്രേ ആയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇതും കുക്കുംബർ തന്നെയാ. പിന്നെ വെണ്ടയുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ബന്ധിത്തൈകളൊക്കെ കിളിപ്പിപ്പുണ്ട്. പിന്നെ ഇതെന്താന്ന് മനസ്സിലായി, ഇത് നമ്മുടെ തണ്ണിമത്തനാണേ. അപ്പൊ അതും വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. മുട്ടയിട്ട് പൂവുണ്ടായി തുടങ്ങിയിട്ടില്ല. ഇത് വേറൊരു പ്ലാവ്. പിന്നെ ഇത് ചീര. ഇത് എല്ലാം പറിക്കാറായി നിൽക്കുന്ന ചീര. പിന്നെ ഇവിടെ നമ്മുടെ സൂര്യകാന്തി ചെടികൾ ഇതൊന്ന് പറിച്ചു മാറ്റി നട്ടോ, അത്രയും ആയി തന്നിട്ടില്ല. പിന്നെ ഇത് കടലാസ് പൂക്കള്. ഇത് നേരത്തെ കുറെ പൂ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോയി. ഇത് ഇത് കാക്കപ്പൂവിന്റെ ചെടിയാണ്, പക്ഷെ പൂവൊക്കെ പോയി. ആ ചെടി പോവാറായി, അതുകൊണ്ട് അങ്ങനെ നിൽക്കണം. ഇത് നമ്മുടെ റോസ. ഇത് കടയിൽ നിന്ന് നമ്മള് മേടിച്ചതാണ്, പക്ഷെ നല്ല കുറെ പൂ ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ ഒരു ചീരത്തൈ നിൽപ്പുണ്ട്. പിന്നെ ഇതും വാടി നിൽക്കുകയാണ്, വെള്ളം ഒഴിക്കാത്തതുകൊണ്ട്. പിന്നെ അടുത്ത കടലാസ് പൂവ്. പിന്നെ ഇവിടെ കറ്റാർവാഴ, പയറ്, തക്കാളി, വെണ്ട, അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കെയിൽ ചീരയാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോയാൽ കോളിഫ്ലവർ ഒക്കെ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. പിന്നെ പുറയിലേക്ക് മത്തനും കുമ്പളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ നമ്മുടെ കോളാമ്പി ചെടിയിൽ കോളാമ്പി പൂ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മുല്ലച്ചെടി നിൽപ്പുണ്ട്, പക്ഷെ ഇപ്പൊ പൂ ഇല്ലാത്തതുകൊണ്ടാ കാണാൻ മേലാത്ത. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഒരു പയറ് കയറി പോയിട്ടുണ്ട്, കുറ്റിപ്പയറാണ്. അപ്പം അതില് പയറുണ്ടായിട്ടുണ്ട് ഗൈസ്, 2 പയറുണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ അപ്പുറത്തൊരു മാവുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബന്ദിപ്പൂവും 10 മണിപ്പൂവും. നമുക്ക് 4 കളറിലെ 10 മണിപ്പൂവാണ് ഉള്ളത്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന വൈകുന്നേരം ആയതുകൊണ്ടാണ് പൂ കാണാൻ പറ്റാത്ത. 4 കളറുണ്ട്. പിന്നെ ഇതൊരു നാടൻ റോസയാണ്. ഇതും ഇഷ്ടംപോലെ പൂക്കൾ എപ്പോഴും കൊലയായിട്ട് എപ്പോഴും ഉണ്ടാവും. പക്ഷെ പുഴു ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. പിന്നെ നമ്മുടെ മാവ് ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാം തീർന്നു ഗൈസ്. നമ്മളതെല്ലാം പറിച്ചു. താഴെ പഴുത്ത് വീണ് കിടപ്പുണ്ട്, പക്ഷെ അത് കൊള്ളത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ മമ്മി അടുത്ത വിത്ത് നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല. എന്താ പയറ് വിത്താൻ തോന്നുന്നു, എന്തോ നടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന സാധനമൊക്കെ പറിച്ച് കളഞ്ഞ് പുതിയത് നടുവാണ്. പിന്നെ ഒരു ക്യാബേജ് നമ്മൾ സൈഡ് വെക്കുന്നുണ്ട് കേട്ടോ, പറിക്കാറായി. പിന്നെ ഇഞ്ചിയുണ്ട്. പിന്നെ കപ്പളവും അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എല്ലാം പറിച്ച് കളഞ്ഞ് പുതിയ നടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. പിന്നെ ഇത് വജിമുളകാണേ, അത് നമ്മൾ പറിച്ചു, അതുകൊണ്ട് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. വഴുതനയുണ്ട്, ഇപ്പം ചീഞ്ഞ് കിടക്കുന്നു. പിന്നെ അതിന്റെ ആ സൈഡിലായിട്ട് നമ്മുടെ റെഡ് ലേഡി പപ്പായ ഉണ്ട്, നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ചെറുതാക്കാം, വലുതായില്ലത്. നമ്മുടെ അത്യാവശ്യം വലുപ്പം വെക്കുന്ന പപ്പായാണ്. പിന്നെ കപ്പയുണ്ട്, അതും പറിക്കാറായിട്ടില്ല. ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ചമുളകാട്ടോ. ഇത് പൊന്നാങ്കണ്ണി ചീര. അതുപോലെ തന്നെ നമ്മുടെ കടലാസ് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.